എന്നാലും അവര് വന്ന് ഇത്രയും കിടന്ന് ചാടിയിട്ട് അച്ഛൻ ഒരു വാക്ക് മിണ്ടിയാ. ഓ അതെങ്ങനെയാടി അച്ഛനെ കൊണ്ട് വാ തുറക്കാൻ സമ്മതിച്ചാലേ ബലം മിണ്ടാൻ പറ്റുള്ളൂ. ഞാൻ മിണ്ടാതിരുന്നറിയുമോ? തെറ്റ് നമ്മുടെ ഭാഗത്താണ്. തെറ്റ് നമ്മുടെ ഭാഗത്താ. പിന്നെ എന്നാലും അമ്മ വരുമ്പോ ബാക്കിയുള്ളതും കൂടെ അച്ഛൻ മേടിച്ചോട്ടാ. എന്തിനാ അച്ഛൻ്റെ അടുത്ത് ആര് പറഞ്ഞ ബിരിയാണി ചെമ്പ് ഉണ്ടെന്ന് പുറത്തു വയ്ക്കാൻ? അത് കഴുകിയ പാത്രം ഉണങ്ങാനല്ലേ ഞാൻ ആ വെയിൽ നോക്കിയാലേ അവിടെ കൊണ്ടുവച്ചത്. ഓ എന്റെ പൊന്നച്ഛ, ഇത്രയും സ്ഥലം ഇവിടെ ഉണ്ടായിട്ട് ആ സ്ലാബിന്റെ മണ്ടയിലെ കണ്ടോളൂ കൊണ്ട് വയ്ക്കാൻ. എന്തായാലും അമ്മ വന്നു കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കിയത് അടക്കം തൊട്ട് എല്ലാവർക്കും കിട്ടും. കിട്ടും. പിന്നെ കിട്ടും. മക്കളെ, അമ്മ വരുമ്പോഴേ ചന്ദ്രസാറും ഭാര്യയും കൂടെ വന്ന് ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു പറയാൻ നിൽക്കണ്ട. വെറുതെ അമ്മയും വിഷമിക്കേണ്ട, പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. നോക്കാം. എന്തൊരു ചൂട് പുറത്ത്. ഞാൻ കോടി എടുക്കാതെ പൂക്കളഞ്ഞ്. തയ്യക്കടയിലേ ഭയങ്കര തിരക്കും. നാട്ടുകാർ മൊത്തം തുണിയാ വയ്ക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണം. പച്ചക്കറി വാങ്ങിച്ചാ നീ? ആ വാങ്ങിച്ചു. നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം നടക്കൂലല്ലോ, ഞാൻ പോണം എല്ലാത്തിനും. എന്താ എല്ലാത്തിനും മുഖം ഇങ്ങനെ ഇരിക്കണേ? അത് പിന്നെ അമ്മ ഒന്നുമില്ല. എന്തോന്നോ പ്രശ്നമുണ്ട്. എന്തോന്നോ ഒപ്പിച്ചിട്ടാണ് ഇരിക്കേണ്ടത്. നിന്റെ മുഖം കാണും പറയാൻ. എല്ലായിടത്തിനും മുഖത്തുണ്ട്. ഒന്നുമില്ല മണി, നിനക്ക് തോന്നിയത്. ഒന്നുമല്ല. ഞാൻ പറയാം. അമ്മ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയമ്മ. കരിച്ചില്ല. പാത്രം പോയാ? ഇല്ല പോയില്ല. ഒന്നുമില്ല. ബിരിയാണി ഉണ്ടാക്കി ഇവിടെ നിനക്ക് കുഴഞ്ഞൂല്ല, ഒന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പറ്റി അമ്മയെ സഹായിക്കാൻ വേണ്ടിയേ അച്ഛൻ ബിരിയാണി ചെമ്പ് ഒന്ന് കഴുകി നേരെ ആ സ്ലാബിന്റെ പുറത്താണ് കൊണ്ടുവച്ചത് ഉണക്കാനായിട്ട്. എന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അതും കണ്ടുകൊണ്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മിനി ആന്റി ഇങ്ങോട്ട് വന്നു. എന്നിട്ട് നമ്മൾ നേരത്തെ ബിരിയാണി ചെമ്പ് ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഭയങ്കര ബഹളമായിരുന്നു. എന്നിട്ട് കേട്ടിട്ടില്ല മിണ്ടാതിരുന്ന. അയ്യോ അച്ഛനൊന്ന് കരയാനുള്ള ഗ്യാപ്പ് പോലും അവര് കൊടുത്തില്ല. അച്ഛൻ എന്തൊക്കെ പറഞ്ഞറിയോ? തിരിച്ച് ഞാൻ നല്ല വൃത്തിയാ കൊടുത്തിട്ടുണ്ട്. അതെ. പിന്നെ ചേച്ചി ഒരു പാത്രം എടുത്ത് എറിഞ്ഞപ്പോഴാണ് അവരങ്ങോട്ട് പോയത്. എനിക്ക് അധികം ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അതാണ് ഇപ്പൊ എന്റെ സങ്കടം. റിങ്കി, വീട്ടിൽ വരുന്ന വലിയവരോട് ഇങ്ങനെയാണോ പെരുമാറണ്ടേ? അമ്മ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അതാണ് മണി, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു തരുമോ? ഒരു 100 വട്ടം പറഞ്ഞ ഇവരത്. നീ എന്തിനടുത്ത് അറിയാൻ പോയതവരെ? പിന്നെ വീടിന്റെ നടയെ വന്ന് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അച്ഛനെ പോലെ തൊഴുതോണ്ട് നിൽക്കണോ? ഓഹോ, വീട്ടിന്റെ ഫ്രണ്ടിൽ ഒന്ന് തെറി വിളിച്ചാൽ നീ എല്ലാരും എടുത്തറിയോ? ഇതെന്ത് പാടിത്? ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. തെറ്റ് നമ്മുടെ ഭാഗത്താണ്. എന്നിട്ട് ഇവര് കേട്ടില്ല. വാ, എന്നോട് വാ. എവിടെ? മിന്നിയുടെ വീട്ടിലേക്ക്. മാപ്പ് പറയാനാണോ? മാപ്പ് എന്റെ പട്ടി പറയും. മണി പറയണേ ശരി. ഇടി ചെല്ലു കൈയോടെ ചെന്ന് മാപ്പ് പറ. ഞാനും വരാം. അതാണ് മണി, നീ പറയണേ ശരി. പോ. മക്കളെ, അയൽവക്കക്കാരോട് ദേഷ്യത്തിലല്ലേ ഇരിക്കണ്ടേ? അയൽവക്കക്കാരോട് നല്ല ബന്ധം എപ്പോഴും വേണം. പെണ്ണുങ്ങളാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയൊക്കെ വേണം നിൽക്കാൻ കേട്ടോ. അയൽവാസി ദരിദ്രവാസി ആണെങ്കിലോ ഉണ്ടല്ലേ? മിനി 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 ചന്ദ്രസാർ അപ്പുറത്തെ രവിസാറും മണി 2 പിള്ളേരും കൂടെ വന്നിരിക്കണം. ചെല്ല് മിനി, വാ. ചെല്ല് നിന്നെയാണ് വിളിക്കണം. അപ്പൊ എന്താ? അതെ, ഇന്ന് രാവിലെ വന്ന് ബിരിയാണി ചെമ്പ് ചോദിച്ചപ്പോഴേ എന്റെ മൂഡ് തീരെ ശരിയില്ലായിരുന്നു. പിള്ളേരെല്ലാം കൂടെ ഭയങ്കര ബഹളമൊക്കെ ആയിട്ട് ദേഷ്യത്തിരിക്കായിരുന്നു. ആ ദേഷ്യത്തിലാണ് ഞാൻ ബിരിയാണി ചെമ്പ് തരൂല്ല എന്ന് പറഞ്ഞത്, ഇല്ലാന്ന് പറഞ്ഞത്. ക്ഷമിക്കണം കേട്ടോ. അയ്യോ അതൊക്കെ ഞാൻ ക്ഷമിച്ചു. പിള്ളേരും അതേപോലെ നിങ്ങൾ രണ്ടാമത് വന്നപ്പോ ബഹളം ഉണ്ടാക്കി എന്തൊക്കെയോ പറയുകയും പെരുമാറൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. പിള്ളേരല്ലേ, ക്ഷമിച്ചേക്കണേ. ഒന്നും മനസ്സിൽ വെക്കല്ലേ മക്കളെ. സോറി പറ മമ്മിയോട്. അമ്മ പറഞ്ഞല്ലോ സോറി പറ. സോറി. അവള് പറഞ്ഞല്ലോ. പറയടി റിങ്കി. അവക്കും കൂടെ വേണ്ടി ഞാൻ നമ്മളെ അയൽവക്കത്തുള്ളവർ എപ്പോഴും വൈരാഗ്യം വെച്ചോണ്ടിരിക്കാൻ പാടില്ലല്ലോ. വിരോധമൊന്നും വേണ്ട. ചന്ദ്ര സാറേ, ഗസ്റ്റ് ഒക്കെ വരും പറഞ്ഞിട്ട് വന്നായിരുന്നു. എല്ലാരും അകത്തുണ്ട്. ഉണ്ടല്ലേ? എന്നാ പിന്നെ നടക്കട്ടെ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ അങ്ങോട്ട്. പിന്നെ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട. ഞാനിങ്ങനെ ദേഷ്യം വരുമ്പോ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറയുമെന്നല്ലാതെ മനസ്സിലൊന്നും വെച്ച് ശരി. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരാം. പായസത്തിന് ബാക്കി ഉണ്ടാവുമ്പോ കൊണ്ടുവരാം. പോവാ.